ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം, നിങ്ങളുടെ മുഖത്തൊക്കെ സന്തോഷത്തിൻ്റെ പൂത്തിരികൾ കത്തുന്നുണ്ട് എന്നെനിക്കറിയാം. അതുമാത്രമല്ല, ഇന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള അവസരമാണ് അല്ലേ. ഇന്നത്തെ മാർക്കറ്റിനെ നമ്മൾ എങ്ങനെയാണ് അതിജീവിച്ചതെന്നും ഇന്നത്തെ മാർക്കറ്റിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയതെന്നും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ളൊരു അവസരമാണ്. ഞാൻ ഇന്ന് ഗ്രൂപ്പിലൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് പി എടുത്തപ്പെട്ടവരെയും സി എടുത്ത് പിന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കിയവരെ അറിയാൻ വേണ്ടി നമ്മൾ നോക്കിയപ്പോൾ ഏകദേശം നല്ലൊരു ശതമാനം, ഏകദേശം നമ്മൾ പോൾ ചെയ്തവരിൽ ഏകദേശം 75-80% ആൾക്കാരോളം ഇന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. സന്തോഷം. ഓക്കെ, ധാരാളം ആൾക്കാർ മെസ്സേജ് അയച്ചു, സ്ക്രീൻഷോട്ട് അയച്ചു, വോയിസ് മെസ്സേജ് അയച്ചു, ചിലർ വിളിച്ചു. സാധാരണ രീതിയിൽ ഞാനങ്ങനെ കോളൊന്നും എടുക്കാത്തതാണ്, പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് പലരും വിളിച്ചപ്പം അറിയാവുന്ന കോൺടാക്റ്റൊക്കെ ആയതുകൊണ്ട് നമ്മളെടുത്തു, സംസാരിച്ചു. ഓക്കെ, സന്തോഷം. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾക്ക് ഇതിനൊരു മറുവശം എന്നൊരു സംഭവമുണ്ട് ഇല്ലേ. പ്രോഫിറ്റ് കിട്ടുമ്പോൾ മാത്രമല്ല, ഇപ്പോൾ പ്രോഫിറ്റ് കിട്ടി, ശരി, നമ്മൾ വിചാരിച്ച വഴി കൂടെ മാർക്കറ്റ് പോയി, പക്ഷേങ്കിൽ ഇതിനൊരു മറുവശമുണ്ട്. അന്നും ഇതേ മനോഭാവം തന്നെ ആയിരിക്കണം എന്നോട്. അല്ലെങ്കിൽ ലാഭം കിട്ടുമ്പോൾ സന്തോഷം വരുമ്പോഴോ ഒരു മനോഭാവവും തിരിച്ച് മാർക്കറ്റ് പറയുന്നതിനെതിരെ പോകുമ്പോൾ വേറൊരു മനോഭാവം അത് പാടില്ല. അതിനാണ് ഞാൻ എപ്പോഴും നമ്മുടെ ആ 10 കൽപ്പനയ്ക്കകത്തിലെ ഒരു കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുമ്പം അമിത സന്തോഷവും നഷ്ടം വരുമ്പോൾ അമിത നിരാശയും നമ്മളെ എന്ത് ചെയ്യില്ല, കീഴ്പ്പെടുത്താൻ പാടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ പൊസിഷൻ സൈസിങ് വളരെ കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ കയ്യിലൊരു ഹെവി പൊസിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ പാനിക്കാവും. കാരണം നമുക്ക് പിന്നെ ഒരു ക്ലിയർ ഡയറക്ഷൻ നമുക്ക് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും, ഹെവി പൊസിഷൻ നമ്മുടെ ഇരിക്കും. അതേസമയം നമ്മുടെ കയ്യിലിരിക്കുന്ന പൊസിഷൻ വെരി ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിനെ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ നിങ്ങളോട് വളരെ എക്സാമ്പിളായിട്ടൊരു കാര്യം പറയാം. എനിക്ക് എന്തുകൊണ്ടാണ് നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് കറക്റ്റ് വ്യൂ പറയാൻ പറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ കയ്യിൽ ഹെവി പൊസിഷൻ ഇല്ല. എന്നെ അടുത്തറിയുന്നവർക്കൊക്കെ അറിയാം, ഞാൻ വളരെ ലൈറ്റായിട്ട് മാത്രമേ ട്രേഡ് ചെയ്യാറുള്ളൂ. ട്രേഡ് ചെയ്യാന്ന് വെച്ചാൽ ഹെവി പൊസിഷൻ എടുക്കാറില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ 5 ലോട്ടിൽ കൂടുതൽ ഞാൻ ട്രേഡ് ചെയ്യാറില്ല. മനസ്സിലായില്ലേ? അപ്പോൾ 5 ലോട്ടെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മാക്സിമമാണ്. എൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു സ്ഥാനത്തിരിക്കുമ്പോൾ, മനസ്സിലായില്ലേ, ഞാൻ ഇപ്പം ഏകദേശം നമ്മുടെ ഗ്രൂപ്പിൽ 1000 പേർക്ക് അടുത്തുണ്ട്. ഇപ്പോൾ 1000 പേര് പിന്നെ മറ്റുള്ള ഗ്രൂപ്പ് വേറെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഗൈഡ് ചെയ്യുമ്പം ആ ഗൈഡൻസ് കറക്റ്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഗൈഡൻസിനോട് എനിക്ക് ആത്മാർത്ഥത പുലർത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന പൊസിഷൻ വളരെ ലൈറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്യാതിരിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളെ കറക്റ്റ് ഗൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് എൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. അത് തന്നെയാണ്. നിങ്ങൾ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ തന്നെ ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്, ബട്ട് ആ ട്രേഡ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പം നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യം, നമ്മുടെ ഡയറക്ഷൻ്റെ രഹസ്യവും ഒക്കെ കറക്റ്റാകുന്നതിന് പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ഇന്നലെ നമ്മൾ വൈകുന്നേരങ്ങളിലും വീക്കിലി അനാലിസിസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇന്നും പകലും വീക്കിലി അനാലിസിസും ഇന്നലത്തെ വീഡിയോകൾ യൂട്യൂബുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടവും മാർക്കറ്റ് പൊട്ടിത്തകരും. അത് മാത്രമേ കേൾക്കാനുള്ളൂ. ചിലർ പറയുന്നു 18,000 വരെ മാർക്കറ്റ് പോകും, ചിലർ പറയുന്നു 22,000 നമ്മൾ കാണേണ്ടി വരും ഇല്ലേ, ഇന്ന് 25,000 നമ്മളിന്ന് കാണും എന്ന് പറഞ്ഞ ധാരാളം ആൾക്കാരുണ്ട്. ഒക്കെ സമ്മതിച്ചു, എല്ലാം ശരിയാണ്. പക്ഷേ ഞാൻ ഗ്രൂപ്പിലൊരു മെസ്സേജ് ഇട്ടായിരുന്നു, നമ്മളെപ്പോഴും 10 പേര് ഒരേ കാര്യം തന്നെ ഒരുപോലെ ആവർത്തിക്കുമ്പം അത് സത്യമാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇല്ലേ. ഭൂരിപക്ഷം പറയുന്ന അഭിപ്രായം എപ്പോഴും ശരിയാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുപോലെ ന്യൂനപക്ഷം പറയുന്ന അഭിപ്രായം തെറ്റാകണം എന്ന് നിർബന്ധമില്ല. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പോൾ അതിൻ്റെ ആധാരം എന്താണ്? അതിൻ്റെ ആധാരം എന്ന് പറയുന്നത് പഠനം. നമ്മൾ എങ്ങനെ മാർക്കറ്റിനെ നോക്കിക്കാണുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അതിൽ നിന്ന് വരുന്ന റിസൾട്ട്. അല്ലാതെ ഒരു കാരണവശാലും, പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ പറയാം, സോഷ്യൽ മീഡിയ ഒരിക്കലും നിങ്ങളുടെ ട്രേഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. വെരി ക്ലിയറായിട്ട് ഞാൻ പറയുന്നു. യൂട്യൂബോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പോ ഈവൻ എക്സ് ഓർ വൈ ആരായാലും ഇതൊന്നും നിങ്ങളുടെ ട്രേഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. പലർക്കും പല വ്യൂ ആയിരിക്കാം. എൻ്റെ വ്യൂ ആയിരിക്കത്തില്ല വേറൊരാൾക്ക്, അല്ലെങ്കിൽ വേറൊരാളുടെ വ്യൂ ആയിരിക്കത്തില്ല മറ്റൊരാൾക്ക്. മനസ്സിലായില്ലേ? പലർക്കും പല വ്യൂ ആയിരിക്കും.
പല മനുഷ്യരാണ്, പല സാഹചര്യങ്ങളാണ്, പല സെൻറ്റിമെൻറ്റ്സ് ആണ്, മനസ്സിലായില്ലേ, പല പഠനങ്ങളാണ്. അപ്പം ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഉപദേശിക്കാമെന്ന് പറയല്ല, ഇന്നത്തെ ട്രേഡിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്കൊരു ട്രേഡ് കിട്ടുമ്പം, അല്ലെ നിങ്ങൾക്ക് ഒരു വ്യൂ കിട്ടുമ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആ വ്യൂ വെച്ചിട്ട് നിങ്ങളുടെ കൺസെപ്റ്റുമായിട്ട് ഒത്തുപോകുന്നുണ്ടോ നോക്കുക. മനസ്സിലായി പറഞ്ഞേ? നിങ്ങൾക്കൊരു വ്യൂ കാണുമല്ലോ, ചുമ്മാതെ പിന്നെ പട്ടി അന്തയ്ക്ക് പോയാൽ വന്ന് ചുമ്മാ ഇരിക്കുമല്ലോ, ആണോ? മാർക്കറ്റിൽ പോകണം? അല്ല, നമുക്ക് കൃത്യമായ പഠനമുണ്ട്, കൃത്യമായ വ്യൂ ഉണ്ട്, നമുക്കൊരു ഡയറക്ഷനുണ്ട്, ഇല്ലേ? ആ ഡയറക്ഷനും നമുക്ക് കിട്ടുന്ന ഇൻപുട്ട്, ഓക്കെ, മാർക്കറ്റിൽ നിന്ന്, സോഷ്യൽ മീഡിയയിൽ നിന്ന്, യൂട്യൂബിൽ നിന്ന്, അല്ലെ XOR ആരിൽ നിന്നായാലും നമുക്ക് കിട്ടുന്ന ഇൻപുട്ടും നമ്മളുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന വ്യൂവും തമ്മിൽ ഒത്തുപോകുന്നുണ്ടോ നോക്കുക. അങ്ങനെ ഒത്തുപോകുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത് വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കാൻ പാടും. ഇല്ലെങ്കിൽ നിങ്ങളുടെ സെറ്റപ്പിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഒത്തിരി പറഞ്ഞ് ഞാൻ നിങ്ങളെ അലോസരപ്പെടുത്തുന്നില്ല. അപ്പം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള അവസരമാണ്. എങ്ങനെയാണ് നിങ്ങളിന്ന് ട്രേഡ് ചെയ്തത്, നിങ്ങളിന്ന് ലാഭം ഉണ്ടാക്കിയ, നഷ്ടം ഉണ്ടാക്കിയ, നിങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള അവസരമാണ്. ഓക്കെ, എന്തായാലും ഞാൻ വലിയ വലിപ്പം ഒന്നും പറയുന്നില്ല. ഓക്കെ, നാട്ടുകാർ മുഴുവൻ P പറഞ്ഞു, ഞാൻ മാത്രം C പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വലിയ മഹാൻ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയേ ഇല്ല. മനസ്സിലായില്ലേ? നമ്മുടെ ആധാരം എന്താണ്? നമ്മുടെ ആധാരം കൃത്യമായ പഠനമാണ്. ആ പഠനം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മാർക്കറ്റിനെ നമ്മൾ വിശദമായിട്ട് വിശകലനം ചെയ്യുന്നു, ചാർട്ടുകൾ നോക്കുന്നു, പ്രീവിയസ്ലി എന്താണ് സംഭവിച്ചതെന്ന് നോക്കുന്നു. ഇതൊക്കെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു വ്യൂ നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഗതി നമ്മൾ നിർണ്ണയിക്കുന്നത്. അത് ഒരു പക്ഷെങ്കിൽ അത് 100% ശരിയാകണമെന്നില്ല, ചിലപ്പോൾ തെറ്റിപ്പോകാം. ഇല്ലെങ്കിൽ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പ്രോബബിലിറ്റി മാത്രമേ ഉള്ളൂ, ഇല്ലേ? സാധ്യതകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരിക്കലും ഈ വ്യൂ ഇങ്ങനെ 100% പോകുമെന്ന് ഒരു മനുഷ്യനും പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറയുന്നവൻ ഒരിക്കലും അവന് വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ 100% മാർക്കറ്റ് ഈ വഴിക്ക് തന്നെ പോകും എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പാടില്ല. കാരണം എന്താണ്? മാർക്കറ്റിനും ദൈവം തമ്പുരാനും അല്ലാതെ വേറെ ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. നമ്മൾ ദൈവമല്ല, നമുക്ക് തെറ്റ് പറ്റാം. നമ്മൾ മനുഷ്യനാണ്, മനുഷ്യ സഹജമായ വീക്ക്നെസ് നമുക്കുണ്ട്. അപ്പോൾ ഞാനീ പറയുന്നത് നിങ്ങൾക്ക് സൈക്കോളജി ആയിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ട്രേഡിന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പം നിങ്ങൾക്ക് ഒരു ഇൻപുട്ട് കിട്ടുമ്പോൾ, നിങ്ങൾക്കൊരു വ്യൂ കിട്ടുമ്പോൾ, നിങ്ങൾക്ക് ആർക്കും ഒരു ഗൈഡൻസ് തരുമ്പോൾ, നിങ്ങളുടെ വ്യൂവും അല്ല നിങ്ങളുടെ സ്ട്രാറ്റജിയും അല്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സെറ്റപ്പുമായിട്ട് ഇത് മാച്ച് ആകുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ മാച്ച് ആകുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യുമോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഇരിക്കുന്നത് വേറൊരു രീതിയും കിട്ടുന്നത് വേറൊരു രീതിയുമാണെന്നുണ്ടെങ്കിൽ ആ സാറ് പറഞ്ഞതല്ലേ, ഞാൻ ഇത്രയല്ല ഉള്ളൂ, പക്ഷേ ആ പുള്ളി വലിയ മഹാനല്ല, അതുകൊണ്ട് പുള്ളി പറയുന്നത് എടുക്കാം എന്ന് ധരിച്ച് നിങ്ങൾ ട്രേഡ് എടുക്കരുത്. ചെറിയ സെറ്റപ്പായാലും വലിയ സെറ്റപ്പായാലും നിങ്ങളുടെ സെറ്റപ്പ് തന്നെയാണ്. അതാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഓക്കെ, ഞാൻ വേറെ കൂടുതൽ പറഞ്ഞ് അലോസരപ്പെടുത്തുന്നില്ല. അപ്പോൾ നമുക്ക് മാർക്കറ്റിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു നേരെ താഴെ പോയെങ്കിലും നമ്മളുടെ ഓപ്പണിങ് 25,423 ആയിരുന്നു, ഇല്ലേ? 25,406 പറഞ്ഞാൽ നമുക്കൊരു ലെവൽ ഇവിടെ ഉണ്ടായിരുന്നു. ആ ലെവലിനടുത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് ഇറങ്ങിപ്പോയെങ്കിലും മാർക്കറ്റ് എന്ത് ചെയ്തു? വന്ന പോലെ തന്നെ തിരിച്ചു കയറി, ഇല്ലേ? തിരിച്ച് കയറി മാർക്കറ്റ് നമ്മുടെ 25,500 ടെസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. വീണ്ടും തിരിച്ച് വന്ന് ഓപ്പണിംഗ് റേഞ്ച്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റ് ഒരു ദിവസം മാർക്കറ്റിൽ ഓപ്പൺ ചെയ്യുന്ന ഓപ്പണിംഗ് റേഞ്ച് വളരെ പ്രധാനപ്പെട്ട ലൈനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്നത് വരച്ചിരുന്നത്. കൃത്യമായി മാർക്കറ്റ് അവിടെ വന്ന് എന്ത് ചെയ്തു? സപ്പോർട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റ് തിരിച്ചു പോയി, ഇല്ലേ? ഇതാണ് സംഭവിച്ചത്. അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് തിരിച്ചു പോയി. അതിനുശേഷം ഞാനിവിടെ ട്രെൻഡ് ലൈൻ വരച്ചു. അപ്പോൾ നമ്മൾ ഞാൻ ഗ്രൂപ്പിനകത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇല്ലേ? ഈ ട്രെൻഡ് ലൈൻ വന്ന് പല പ്രാവശ്യം തട്ടി കളിക്കുന്ന കണ്ടപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകുന്ന പലരും വിശ്വസിച്ചു. പക്ഷേ ഞാൻ അങ്ങനെയല്ല ഗ്രൂപ്പിൽ എഴുതിയത്, ഇല്ലേ? ഗ്രൂപ്പിൽ അങ്ങനെയാണ് എഴുതിയത്. നമുക്ക് ഗ്രൂപ്പ് ഒന്ന് തുറന്ന് നോക്കാം എന്താ സംഭവിച്ചതെന്ന്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ രാവിലെ 25,500 ഓപ്പൺ ഇൻട്രസ്റ്റിൽ പുട്ട് സൈഡിന് നല്ല റൈറ്റിംഗ് ഉണ്ടായിരുന്നു, ഇല്ലേ? പുട്ട് സൈഡിങ്ങിൽ നല്ല റൈറ്റിംഗ് ഉണ്ടായിരുന്നു. മാർക്കറ്റ് ഒരു അപ്പ് സൈഡ് റാലി കിട്ടും നമ്മൾ പ്രതീക്ഷിച്ചു. അങ്ങനെ തന്നെയാണ് നമ്മൾ കണക്കാക്കിയത്. അങ്ങനെ അപ്പോൾ രാവിലെ തന്നെ നമുക്ക് എന്തായിരുന്നു? ഒരു അപ്പ് സൈഡ് വ്യൂ ആയിരുന്നു. അതിനെ സാധൂകരിക്കത്തക്ക രീതിയിലാണ് മാർക്കറ്റ് മുന്നോട്ട് പോയതും, ഇല്ലേ? അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പല പ്രാവശ്യം വന്ന ഒരു ട്രെൻഡ് ലൈൻ അവിടെ ഫോമായി. ആ ട്രെൻഡ് ലൈനിൽ വന്ന് തട്ടി അവിടെ വന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടുന്ന് കടക്കണം എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇല്ലേ? അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഡയലോഗ് അവിടെ പറഞ്ഞത് എന്താണ്? ലക്ഷണം കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു,
കാരണം ഇത് ബ്രേക്ക് ചെയ്തു, നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്തു, 15 മിനിറ്റ് നേരം എന്ത് ചെയ്തു, ഇത് സസ്റ്റെയിൻ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കൃത്യമായ ഒരു എൻട്രി ഉണ്ട്, ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഈ ലൈനാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. 25,500 എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ലോസ് കണക്കാക്കിക്കൊണ്ട് നമുക്കിവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാമായിരുന്നു. ആ രീതിയിൽ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പോൾ തന്നെ HDFC നമ്മൾ എല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ HDFC എന്ത് ചെയ്തു, നല്ല സ്ട്രോങ് ആയിട്ട് HDFC കയറിപ്പോന്നു. HDFC ഒറ്റയ്ക്കാണ് നിഫ്റ്റിയെ പിടിച്ചു നിർത്തിയത്. ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിലും നിഫ്റ്റി ഇങ്ങനെ ആടിത്തൂങ്ങി നിൽക്കുകയായിരുന്നു. പക്ഷേ അവസാന നിമിഷം നമുക്ക് റിലയൻസ് കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, മുകളിലോട്ട് കയറിപ്പോയത്. ബാങ്ക് നിഫ്റ്റിയൊക്കെ നല്ല രീതിയിൽ കയറിപ്പോയി. പക്ഷേ അപ്പോഴും നിഫ്റ്റി ഇങ്ങനെ ആടിക്കളിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിലാണ് HDFC നല്ല രീതിയിൽ എന്ത് ചെയ്തു, നല്ല രീതിയിൽ പെർഫോം ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പോൾ തന്നെ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് എല്ലാം നല്ല രീതിയിൽ പുട്ട് റേറ്റിംഗ് നല്ല രീതിയിൽ പുട്ട് റേറ്റിംഗ് കിട്ടി. അങ്ങനെ മാർക്കറ്റ് നമ്മൾ ഒരു അപ്സൈഡ് റാലി നമുക്ക് കിട്ടി. നമ്മൾ വിചാരിച്ച പോയിന്റിൽ തന്നെ ഇതാ നോക്കിക്കുക, ഇത് അവസാന നിമിഷമായപ്പോൾ റിലയൻസ് നല്ല രീതിയിൽ എന്ത് ചെയ്തു, പെർഫോം ചെയ്തു. അങ്ങനെ നിഫ്റ്റിയുടെ മുകളിലോട്ട് പോയി. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമുക്ക് എല്ലാവരും ഇട്ടിട്ട് ഇറങ്ങി ഓടി. കോൾ റൈറ്റ് ചെയ്തവരെല്ലാം ഷോർട്ട് കവറിങ് നടത്തി അവർ കോൾ റൈറ്റ് ചെയ്തവരെല്ലാം അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് അവരവരുടെ വഴിക്ക് പോയി. അതിനനുസരിച്ച് മാർക്കറ്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് പറന്ന് നമ്മൾ വരച്ച വരയിൽ തന്നെ പോയി മാർക്കറ്റ് നിന്നു. മനസ്സിലായില്ലേ പറഞ്ഞേ? അപ്പം നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, മുകളിലോട്ട് പോയി. അപ്പോൾ ഇനിയിപ്പോൾ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ ഇന്നത്തെ ഇതിന് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ 1-2 ആധാരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ ആ കാര്യങ്ങളോട് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആന്ത്രാപിക് കമ്പനി, ആന്ധ്ര കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ചർച്ചാ വിഷയമായിട്ടുള്ള കമ്പനിയാണ് ആന്ത്രാപിക് കമ്പനി. അപ്പോൾ ഈ കമ്പനി റിലയൻസുമായിട്ട് കൈകോർത്ത് ബാംഗ്ലൂരിൽ ഒരു ഓഫീസ് തുടങ്ങുന്നു എന്ന് പറഞ്ഞ് ഒരു ന്യൂസ് ഇടയ്ക്ക് വന്നായിരുന്നു. ഓക്കെ, ഇവർ നേരത്തെ ആക്ച്വലി ഈ ന്യൂസ് നേരത്തെ വന്നതാണ്. പക്ഷേ അന്ന് നമുക്ക് ഈ ആന്ത്രാപിക് കമ്പനിയാണെന്നുണ്ടെങ്കിൽ വലിയ ഇതിനെപ്പറ്റി നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസം കൊണ്ടാണ് ഈ കമ്പനിയുടെ പേരിങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ വന്നത്, ഇല്ലേ? പക്ഷേങ്കിൽ ഇപ്പം ഈ കമ്പനിയെപ്പറ്റി എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇന്ന് ഈ നമ്മുടെ രാജ്യത്ത് ഇന്ന് വലിയൊരു AI സബ്മിറ്റ് നടക്കുന്നുണ്ട്. ആ സബ്മിറ്റിനകത്ത് പല AI നമുക്ക് ഇന്ത്യയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം, ഇതിൻ്റെ വരുംവരാഴികൾ എന്തൊക്കെയാണെന്നതിനെ പറ്റി വലിയ സബ്മിറ്റാണ് നടക്കുന്നത്. അപ്പോൾ അതിനകത്തിലാണ് റിലയൻസുമായിട്ട് ആന്ത്രാപിക് കമ്പനി എന്ത് ചെയ്തത്, ഒരു ടൈപ്പ് ഉണ്ടാക്കി ഇന്ത്യയിൽ ബാംഗ്ലൂരിൽ ഒരു ഓഫീസ് സെറ്റപ്പ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞൊരു ന്യൂസ് വന്നു. ഓക്കെ, ഒന്നാമത്തെ ന്യൂസ് അതാണ്. രണ്ടാമത്തെ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇറാനും US തമ്മിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ മീറ്റിങ്ങിൽ എന്താണ് സംഭവിക്കും, ഒരു പോസിറ്റീവ് രണ്ടുപേരും കൂടെ ഒരു സമവായം ഉണ്ടാകുമെന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. എല്ലാ സാധന സാമഗ്രികളും ഇറാൻ അടുത്തടുപ്പിച്ച് അടിക്കാൻ വേണ്ടി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. പക്ഷെങ്കിൽ അപ്പോഴും ഒരു പ്രതീക്ഷയുടെ തിരുനാളം നാളത്തെ മീറ്റിങ്ങിനകത്ത് ഉണ്ടാകുമെന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇറാനും US തമ്മിലുള്ള സമവായ ചർച്ച നാളെ നടക്കുന്നത്. രാവിലെയാണ് ഇവർ തമ്മിലുള്ള ചർച്ച. ഉച്ചയ്ക്ക് മറ്റേ ഉക്രൈൻ റഷ്യ അതുമായിട്ടുള്ള സമാധാന ചർച്ച. അപ്പം ഇത് ഒരു ശുഭപ്രതീക്ഷ മാർക്കറ്റ് നൽകുന്നുണ്ട്. അതും ഒരു കാരണം ആയി മാർക്കറ്റ് മുകളിലോട്ട് കയറാൻ. പിന്നെ ഇന്ന് നടക്കുന്ന ഈ പറയുന്ന ഇന്ത്യയിൽ നടക്കുന്ന AI സബ്മിറ്റിനകത്തിൽ പല കാര്യങ്ങളും ഉരുത്തിരിയാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യക്ക് ഗുണകരമാകുന്ന പല കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. നമുക്കറിയത്തില്ല, ഇതെല്ലാം നമുക്ക് പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് മാർക്കറ്റിൽ ഇന്നൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായത്. IT രാവിലെ താഴെ പോകാൻ ശ്രമിച്ചെങ്കിലും പിടിച്ചു നിന്നു, മാർക്കറ്റ് പൊട്ടിപ്പോയില്ല. താഴെ നമുക്ക് ഇൻഫിയെ നോക്കാം. ഞാൻ അന്നേരം നോക്കിയപ്പോൾ ഏതാണ്ട് 25 പോയിൻറ്റിനടുത്ത് ഇൻഫി പൊട്ടിയായിരുന്നു, ഇല്ലേ? ഇൻഫി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫ്ലാറ്റായിട്ടാണ് ക്ലോസ് ചെയ്തത്, അല്ലേ? മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്ത് താഴെ പോയെങ്കിൽ പിന്നെ അവിടുന്ന് വലിയ രീതിയിൽ താഴെ പോയില്ല. അവിടുന്ന് റിക്കവർ ചെയ്യാൻ പല പ്രാവശ്യം ശ്രമിച്ചുകൊണ്ടിരുന്നു ഇൻഫി, ഇല്ലേ? അപ്പം അങ്ങനെ ഒരു ന്യൂട്രൽ സ്റ്റേജിലാണ് ഇൻഫി ക്ലോസ് ചെയ്തത്. TCSും അതേ ന്യൂട്രൽ സ്റ്റേജിലാണ് എല്ലാം ഒരു പോസിറ്റീവ് മൊമെൻറ്റുമാണ്. അപ്പോൾ ഇതെല്ലാം മാർക്കറ്റിന് ഒരു ചെറിയ ഊർജ്ജം നൽകുന്ന രീതിയിൽ ആണ് ഇന്നത്തെ സൈനുകളെല്ലാം മാർക്കറ്റിലൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ ഇന്നലെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഞാൻ പറഞ്ഞതാണ്, മാർക്കറ്റ് വീഴുന്നതിന് നമുക്കൊരു കാരണം വേണം. ഓൾറെഡി ഇത്രയും മാർക്കറ്റ് വീണ് കഴിഞ്ഞു. നമുക്ക് വന്ന ക്വാർട്ടർലി റിസൾട്ടുകളെല്ലാം നല്ല സൂപ്പർ ഡ്യൂപ്പർ റിസൾട്ടുകളാണ്. ബാക്കി വേറെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വേറെ വലിയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ മുന്നിലില്ല. പിന്നെ ഈ പ്രശ്നം ഈ IT സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ റിസൾട്ടുകളൊക്കെ നല്ല സൂപ്പർ റിസൾട്ടുകളാണ്.
അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പം നമുക്ക് മാർക്കറ്റ് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് മാത്രമല്ല ഏപ്രിൽ മാസം ആകുമ്പോഴത്തേക്കും നമ്മളുടെ യൂറോപ്പുമായിട്ടുള്ള ഡീല് ഇംപ്ലിമെൻ്റ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മീൻസ് പിന്നെ നമുക്ക് US ആയിട്ടുള്ള ട്രേഡ് ഡീൽ വന്നു. ടെക്സ്റ്റൈൽ സെക്ടറിന് ഈ പറയുന്ന പോലെ ബംഗ്ലാദേശിന് കൊടുത്ത അതേ സംഭവം തന്നെ നമുക്കും കിട്ടി. അപ്പം എല്ലാം കൊണ്ടും പോസിറ്റീവ് സൈനാണ്. പിന്നെ എന്തുകൊണ്ടാണ് നാട്ടുകാർ മുഴുവൻ പുട്ട 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 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. എനിവേ എന്തായാലും ഓരോരുത്തർക്കും ഓരോ വ്യൂ ആണല്ലോ, അവരവരുടെ പഠനമാണ് അവരവരുടെ വ്യൂ. ഓക്കെ, എനിവേ എന്തായാലും നമ്മളെന്തായാലും വിചാരിച്ച പോലെ കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചു. എന്തായാലും നാളെ നമുക്കിനി നടക്കാനുള്ള കാര്യം എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നാളെ നമുക്ക് എന്താ നടക്കാനുള്ളത്? നാളെ നടക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,657 നമ്മൾ വരച്ച വരയിൽ തന്നെ മാർക്കറ്റ് ഏകദേശം ക്ലോസ് ചെയ്തു അല്ലേ. ഇനിയിപ്പം നാളെ വീണ്ടും ഒരു ഷോർട്ട് കവറിങ് റാലിക്കുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അങ്ങനെ മാർക്കറ്റ് 25,687 മുകളിൽ നിൽക്കുകയും ഒരു ചെറിയ ഗ്യാപ്പപ്പോട് കൂടെ മാർക്കറ്റ് ഈ റേഞ്ചിനകത്ത് മാർക്കറ്റ് നാളെ എക്സ്പയറി ഡേ ആണ്. ഈ റേഞ്ചിനകത്ത് ഈ രണ്ട് റേഞ്ചിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്നുകിൽ താഴോട്ട് ഇറങ്ങി വരുമോ നോക്കുക. താഴോട്ട് പോസിറ്റീവ് അമൗണ്ടാണ് താഴോട്ട് വരാനുള്ള സാധ്യതയൊന്നുമില്ല, നേരെ മുകളിലോട്ട് കയറി പോത്തേ ഉള്ളൂ. ഓക്കെ, ഇല്ല ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ താഴോട്ട് ഇറങ്ങി വന്ന് 657 സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. അല്ല ഈ പറയുന്ന ചെറിയ ഗ്യാപ്പപ്പിൽ ഈ റേഞ്ചിനകത്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ 817 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഓക്കെ, അങ്ങനെ 817 സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ 26,011 ഇവിടെ കിടപ്പുണ്ട് ഇല്ലേ. നമ്മുടെ ലക്ഷ്യം 26,011. ഓക്കെ, അത് നാളെ സംഭവം. ഇന്ന് മാർക്കറ്റ് ഏകദേശം 300 പോയിൻറ്റിന് മുകളിൽ മാർക്കറ്റിൽ റാലി ചെയ്ത് ബോട്ടത്തിൽ നിന്ന് ഇല്ലേ. അങ്ങനെ നാളെ ഒരു 300 പോയിൻറ്റ് ഈ റേഞ്ച് തന്നെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 26,010 കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും നമുക്ക് 817 സസ്റ്റെയിൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 902. ഇത് ഈ ലൈൻ ഇല്ല കേട്ടോ, ഈ ലൈൻ ഇല്ല. ഒരു മിനിറ്റ്, ആ ലൈൻ നമുക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി നമുക്കുള്ള ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 817 നമ്മുടെ പ്രധാനപ്പെട്ട റെഫറൻസ് 817. ഈ 817 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് 902 പെട്ടെന്ന് തന്നെ കിട്ടും. ഓക്കെ, ഈ 902 കടന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടുന്ന് കയറണം. ഈ മാർക്കറ്റ് ഒരു ചെറിയ ഒരു 10-50 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് കഴിച്ചു. ഇപ്പോൾ 682 അല്ലേ, 760 റേഞ്ചിൽ ചെറിയ ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് നടന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ നടന്ന് കയറി കഴിഞ്ഞാൽ ഈ 817 കഴിയുമ്പോൾ തന്നെ 817 മുകളിൽ ഒരു 15 മിനിറ്റ് നേരം മാർക്കറ്റ് നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് കവറിങ് റാലി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതിൻ്റെ കൺഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 902 കടക്കണം. 902 കടന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് കവറിങ് റാലി 100% മാർക്കറ്റ് മുകളിലോട്ട് പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 26,011 നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടും. ഷോർട്ട് കവറിങ് റാലി നടക്കുകയാണെന്നുണ്ടെങ്കിൽ 26,011 കിട്ടും. ഇതിനിടയിൽ മാർക്കറ്റിൽ എന്തെങ്കിലും ഗ്ലോബലി എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ അത് സിനാരിയോ വേറെയാണ്. ഓക്കെ, ഇപ്പോൾ നാളത്തെ ഡീല് ചർച്ച പരാജയപ്പെടുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാർക്കറ്റ് താഴ്ത്തിറങ്ങി വരും. ഇന്ന് US മാർക്കറ്റ് അവധിയാണ്, ചൈനയും ഒരാഴ്ച മാർക്കറ്റ് അവധിയാണ്. അപ്പം പക്ഷേ US ഫ്യൂച്ചർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഫ്യൂച്ചർ നോക്കി നമുക്ക് അറിയാൻ പറ്റും സെൻറ്റിമെൻറ്റ്സ്, ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് എന്താണെന്നുള്ള കാര്യം. അപ്പം ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് HDFC ഇന്ന് ഞാൻ വിശദമായിട്ട് നമ്മളിന്ന് വീക്കിലി അനാലിസിസിൽ നമ്മൾ സംസാരിച്ചാണ് അല്ലേ. HDFC നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. കാരണം നോക്കി കറക്റ്റ് നമ്മുടെ സപ്പോർട്ടിൽ നിന്ന് HDFC ഒറ്റയ്ക്ക് പൊരുതി മാർക്കറ്റ് ഒരു കറക്റ്റ് ഒരു പ്രീവിയസ് ഹൈ ടച്ച് ചെയ്ത് ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ഇവിടുന്ന് HDFC നാളെ മുകളിലോട്ട് കയറുമെന്നുള്ളത് നമുക്ക് ഓണം. അതിൻ്റെ കൂടെ തന്നെ റിലയൻസും നല്ല രീതിയിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ ഈ ന്യൂസ് വന്നതിന് ശേഷം മാർക്കറ്റ് നല്ലൊരു ബ്രേക്ക് നടത്തി ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. 1430 എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത നമുക്ക് 1459 ഏത് റിലയൻസിൻ്റെ നെക്സ്റ്റ് ടാർഗറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻഫി TCS രണ്ടുപേരും ന്യൂട്രൽ സ്റ്റേജിൽ നിൽക്കുകയാണ്. നാളെ ഇവരോട് ഒരു പോസിറ്റീവ് മൊമെൻറ്റം തന്നാൽ ഇൻഫി TCS നാളെ ഒരു പോസിറ്റീവ് മൊമെൻറ്റം തരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് നാളെ 26,011 കാണും. അതിന് തർക്കം ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി താഴോട്ടുള്ള കാര്യം പറഞ്ഞില്ലല്ലോ, ഞാൻ മുകളിലോട്ട് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലേ. താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറയുന്ന 25,500. ഓക്കെ, 25,500 നമ്മുടെ മേജർ സപ്പോർട്ട്. ഇവിടെ വന്ന് തട്ടി
പൊട്ടിപ്പോവോ തിരിച്ച് കയറുമോ എന്നുള്ളത് നോക്കുക. താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സപ്പോർട്ട് എടുക്കാമെന്ന് നോക്കാം. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഇതാ നോക്കുക, നമ്മുടെ വരയെ തന്നെ 61,000 എന്ന് പറയുന്ന വരയെ തന്നെ വന്ന് മാർക്കറ്റ് നിൽക്കുകയാണ്. അതിന് ശേഷം ഇനി നാളെ എന്ത് സംഭവിക്കും? ഈ 61,000 മുകളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട്, താഴെ നിൽക്കുകയാണെങ്കിൽ താഴോട്ട്, അത്ര മാത്രമേ ഇപ്പോൾ തൽക്കാലം ബാങ്ക് നിഫ്റ്റിയെ പോലെ പറയാം. നമുക്ക് പ്രധാനപ്പെട്ട സാധനം നമ്മുടെ മിഡ് ക്യാപ്പാണ്. മിഡ് ക്യാപ്പ് ഇന്ന് പെർഫോം ചെയ്തില്ല. എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് BSE ആണ് ചതിച്ചത്. 220 പോയിൻറ്റ് BSE പൊട്ടി. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാരണം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. BSE ആക്ച്വലി ഇന്ന് പോസിറ്റീവ് ഓപ്പണിങ് വരേണ്ടതാണ്, ഇന്ന് മുകളിലോട്ട് പോകേണ്ടതാണ്. കാരണം BSEക്ക് സെബി ഒരു അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പുതിയ മിഡ് ക്യാപ്പിൻ്റെ പുതിയ ഡെറിവേറ്റീവ് ഓപ്പൺ ആക്കാൻ. ഓക്കെ, ഡെറിവേറ്റീവ് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി BSEക്ക് അപ്രൂവൽ കൊടുത്തു സെബി. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ന്യൂസാണ്. ആക്ച്വലി ഇന്ന് BSE പറക്കേണ്ടതാണ്. പക്ഷെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെബി പുതിയൊരു റൂള് കൊണ്ടുവന്നു. സെബി അല്ല RBI ആണ് ഒരു റൂള് കൊണ്ടുവന്നു. അതായത് നമ്മുടെ ഈ ബ്രോക്കർമാർ അതായത് സിമ്പിളായിട്ട് പറയാം, ഇപ്പോൾ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് പറയാം. ബ്രോക്കർമാരുടെ കുറേ കാശിരിപ്പുണ്ട് ഇല്ലേ? എൻ്റെയും നിങ്ങളുടെയും കാശ് കുറേ എന്ത് ചെയ്ത് ആരുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ബ്രോക്കർമാരിലുണ്ട്. ഈ ബ്രോക്കർമാർ ട്രേഡ് ചെയ്യാറുണ്ട്, അത് നമ്മുടെ കാശിച്ചാണ് അവർ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ട്രേഡ് ചെയ്യുമ്പോൾ ഇവർക്ക് മാർജിൻ ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, ഇവർക്ക് മാർജിൻ ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യണം? ഇവരൊരു സെക്യൂരിറ്റി കൊടുക്കണം ഇല്ലേ? മാർജിൻ ബെനിഫിറ്റ് കിട്ടുന്ന സെക്യൂരിറ്റി കൊടുക്കണം. അപ്പം ഇവരെന്ത് ചെയ്യും? ബാങ്ക് ഗ്യാരണ്ടിയാണ് ക്ലിയറിംഗ് കോർപ്പറേഷൻ. കോർപ്പറേഷൻ പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ഈ മാർജിനും മറ്റു കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ക്ലിയറിംഗ് കോർപ്പറേഷൻ ഉണ്ട്. അപ്പോൾ ഈ ക്ലിയറിംഗ് കോർപ്പറേഷന് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇവർക്ക് ഈ ബ്രോക്കർമാർ മാർജിൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്താ അവിടെ ചെയ്യുന്നത്? അവിടെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിലുള്ള ക്യാഷ് കമ്പോണൻറ്റ് ബാങ്കിൽ പണയം വെക്കും. പണയം വെച്ചിട്ട് 100 രൂപ പണയം വെച്ചിട്ട് ഇവർ 200 രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി മേടിക്കും. മനസ്സിലായി പറഞ്ഞേ? 100 രൂപയുടെ ക്യാഷ് കമ്പോണൻറ്റ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് 200 രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി മേടിക്കും. എന്നിട്ട് ഈ ബാങ്ക് ഗ്യാരണ്ടി ക്ലിയറിംഗ് കോർപ്പറേഷന് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? ഇവർ മാർജിൻ സെറ്റ് ചെയ്യും. ഇതിന് മാർജിൻ കൊടുക്കണമല്ലോ. ഈ മാർജിന് ആയിട്ട് ഈ 200 രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി കൊടുത്തവർ മാർജിൻ ക്ലിയർ ചെയ്യും. അപ്പം ഫലത്തിൽ ഇവർക്ക് എന്താണ്? പകുതി കാശ് മുടക്കി ഇവർക്ക് ഡബിൾ ലാഭം ഇവർ ഉണ്ടാക്കുന്നുണ്ട്. ആ പരിപാടി ഇനി നടക്കത്തില്ല എന്നാണ് പിന്നെ RBI ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആ പരിപാടി നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്ത് ബ്രോക്കർമാർക്ക് വലിയൊരു ക്ഷീണമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്ഷീണമായിട്ട് വന്നപ്പം എന്താണ്? ഇവരുടെ ട്രേഡിങ്ങിൻ്റെ വോളിയം കുറയും ഇല്ലേ? അപ്പോൾ ട്രേഡിങ്ങിൻ്റെ വോളിയം കുറയുമ്പോൾ ഇവർക്കുള്ള കിട്ടാനുള്ള വരുമാനം എന്ത് ചെയ്യും? കുറയും. അപ്പം അങ്ങനെ വോളിയം കുറയുമ്പോൾ BSEക്ക് എന്ത് ചെയ്യും? BSE ആണിപ്പോൾ നമുക്ക് ഒരു ലിസ്റ്റഡ് സ്റ്റോക്ക്. അപ്പോൾ അവർക്കും എന്ത് ചെയ്യും? അവിടെയും ട്രേഡിംഗ് വോളിയം കുറയുമ്പോൾ അവർക്കും ബെനിഫിറ്റ് കുറയും. അപ്പോൾ അതാണ് ഇന്ന് ഏഞ്ചൽ വണ്ണും മോത്തിലാൽ ഓസ്വാളും ഈ പറയുന്ന BSE ഒക്കെ പൊട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതാണ് BSE ഇന്ന് പൊട്ടിക്കൊണ്ടാണ് നിഫ്റ്റി ഇന്ന് മിഡ് ക്യാപ്പും അതുപോലെ തന്നെ എന്ത് ചെയ്തത്? പൊട്ടി താഴോട്ട് പോരുന്നത്. അപ്പോൾ അതുകൊണ്ട് നാളെ ഇത് ഉയർത്തെഴുന്നേക്കുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ BSE ഒറ്റ ഒരാൾ മുഖാന്തരമാണ് മിഡ് ക്യാപ്പ് ഇന്ന് പറക്കാഞ്ഞത്, അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് ഇന്ന് പറഞ്ഞതിനും കാരണം ബാക്കി എല്ലാ സ്റ്റോക്കുകളും ഒരു മിനിറ്റ് നോക്കിക്കേ. ഓക്കെ, ബാക്കി മിഡ് ക്യാപ്പിലെ ഓൾമോസ്റ്റ് സ്റ്റോക്കുകളെല്ലാം പച്ചയായിരുന്നു. പക്ഷേ ഈ ഒറ്റ ഒരാൾ മുഖാന്തരമാണ് ഹീറോ മോട്ടോകോപ്പ്, 2 വമ്പന്മാർ ഹീറോ മോട്ടോകോപ്പും BSE രണ്ടുപേരും നെഗറ്റീവ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഇന്ന് മിഡ് ക്യാപ്പ് ഇന്ന് പറക്കാഞ്ഞ്. ഇതാണ് ഇതിൻ്റെ രത്ന ചുരുക്കം. ഓക്കെ, അപ്പം നാളെ നമുക്ക് നോക്കാം ഇതിൻ്റെ. പക്ഷേ ഇതൊരു ചെറിയ ഇമ്പാക്റ്റ് മാത്രമേ ഉള്ളതെന്നാണ് ബ്രോക്കർമാരും മറ്റ് അനലിസ്റ്റുകളൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പം ഇത് നോട്ട് ചെയ്ത് വെക്കുക. നമ്മളിപ്പം നിലവിൽ മിഡ് ക്യാപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു റെസിസ്റ്റൻസ് ലെവൽ 13,678 ഇത് കടന്നെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഒരു റേഞ്ച് പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുന്നതാണ് നോക്കുക. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 678 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അപ്സൈഡ് നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും നാളെ ലെവലുകളൊക്കെ നിങ്ങളെ ഇരിപ്പുണ്ട്. എല്ലാം നേരത്തെ പറഞ്ഞ പോലൊക്കെ തന്നെ ഉള്ളൂ, കൂടുതലൊന്നും പറയാനൊന്നുമില്ല. അപ്പം നാളെ സമയം ഒത്തിരി കടന്നുപോയി. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ നിങ്ങളുടെ തീരുമാനമാണ് പ്രധാനപ്പെട്ടത്. അത് വേറൊരാൾ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് എടുക്കാം, പലരുടെ അഭിപ്രായങ്ങൾ എടുക്കാം, പക്ഷേ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളായിരിക്കും. അപ്പം അങ്ങനെ വേണം നിങ്ങൾ മുന്നോട്ടുള്ള ട്രേഡുകൾ തീരുമാനിക്കുക. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.